സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് താങ്കൾക്ക് അറിയാം. അപ്പൊ ഒരു താരത്തിന്റെ ഡേറ്റ് മാറുമ്പോൾ അതിനെ കൂടെ അഭിനയിക്കുന്ന ആളുകളുടെ ഡേറ്റും പ്രശ്നമാവും. അവരാ സ്ഥലത്തെത്തിയില്ലെങ്കിൽ, ഷൂട്ടിങ്ങിന് എത്തിയില്ലെങ്കിൽ കൂടെയുള്ള ആളുകളുടെ ഡേറ്റും പ്രശ്നമാവും. അതിപ്പോ താങ്കൾ വലിയൊരു മാനസിക പ്രശ്നത്തിലും അതുപോലെ പ്രശ്നത്തിലും എനിക്ക് ചോദ്യം മനസ്സിലായി. അതൊക്കെ ചിന്തിക്കേണ്ട ആർട്ടിസ്റ്റും കൂടി അല്ലേ? ഒരു മെയിൻ ആർട്ടിസ്റ്റ് ഒരു പടത്തിന് ഡേറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ അതേ ചുറ്റി വരുന്ന സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളിലൊക്കെ ഡേറ്റ് എന്താവും? ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ഒരു പടത്തിന് ഒരു 5 ദിവസമായിരിക്കും കൊടുക്കുന്നത്, വേറൊരു സിനിമയ്ക്ക് 10 ദിവസം കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് ഇന്ന പോലെ കറക്റ്റ് ആയിട്ട് ഡേറ്റിൽ വന്നില്ല എങ്കിൽ ആ സിനിമയുടെ ടോട്ടൽ ഷെഡ്യൂൾ തെറ്റും. ഈ ആർട്ടിസ്റ്റ് പിന്നീട് വന്ന് അഭിനയിച്ചു കഴിയുമ്പോൾ ആ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ആരോപിക്കും. ഒരു തിരക്കുള്ള സബ് ആർട്ടിസ്റ്റ്, സെക്കൻഡ് ലെവലിലുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഒരു മാസത്തിൽ പല സ്ഥലത്തായിരിക്കും അഭിനയിച്ചുകൊണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡേറ്റ്, നമ്മുടെ പ്ലാനിങ്ങുകൾ എല്ലാം തെറ്റി. നമ്മൾ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സിനിമ എന്നിറക്കാവുന്നതോടെ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് സിനിമ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ സിനിമയ്ക്കുള്ളിൽ നടന്നില്ലേ? ഇതിപ്പോ ഒരു പ്രൊഡ്യൂസർക്ക് ഒരു കാര്യം പോലും പറയാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് സ്ഥിതി? വലിയ സാമ്പത്തിക നഷ്ടം വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിക്കൊണ്ടിട്ടിരിക്കുമല്ലേ? അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ ചെറിയ എന്റെ സിനിമയിൽ അഭിനയിക്കാത്ത പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വരാത്ത ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മൾ പരാതിക്കൊന്നും പോയിട്ടില്ല, പരിഭവത്തിനും പോയിട്ടില്ല. അത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. നമ്മൾ അങ്ങനെ പോയില്ല. പക്ഷെ നമ്മുടെ ഒരു പ്രത്യേക ഒരു സിനിമയാണ്. അതായത് ആ സിനിമയ്ക്ക്, ആ പേര് ഞാൻ പറയുന്നില്ല, ആ സിനിമയ്ക്ക് ആ നടൻ വന്നില്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഡേറ്റിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ വേറെയുള്ള ചെറിയ ഇഷ്യൂസോ ഉള്ളെങ്കിൽ ഞാനിത് പറയത്തില്ല. ആ സിനിമയ്ക്ക് ആ ഡേറ്റ് വന്നില്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് അത് നമ്മൾ എത്ര പ്രാവശ്യം ഇപ്പം ഇത് പറഞ്ഞു, നമ്മളെ കൊണ്ടിട്ട് ഇത് പറയിപ്പിക്കുന്നതാണ്. ഇപ്പൊ ഞാനാണ് ഒരു വലിയ കുറ്റം ചെയ്യുമെങ്കിൽ ആ ഓപ്പൺ ആയിട്ട് ആ നടൻ വന്നിട്ട് പറയട്ടെ, എന്നെ കുറിച്ചാണ് പറഞ്ഞത്, എന്നെ കുറിച്ചാണ് ആ പ്രൊഡ്യൂസർ പറഞ്ഞത്, ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ഇന്നതാണ് എന്ന് വന്ന് പറയട്ടെ. അപ്പോഴല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനത്തെ ഒന്നും അല്ല. ആ ആള് വിചാരിച്ചിരുന്നെങ്കിൽ നമുക്കൊരു മേശയ്ക്ക് ഇവൻ ചുറ്റും ഇരുന്നിട്ട് തീർക്കാവുന്നുള്ള സാധനങ്ങളേ ഉള്ളൂ. ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം, അതിനെനിക്ക് എങ്ങനെയാണ് അതിന് വിലയിടേണ്ടതെന്നോ അതിനെന്താ മറുപടി കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. രൂക്ഷമായ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ താങ്കൾക്കെതിരെയുള്ള എനിക്കെതിരെ പറഞ്ഞോട്ടെ, എന്നെ തേജോവധം ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എന്നെ തെറി പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഒരു നാൾ സത്യം അറിയൂലോ. അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നോട്ടെ, ആളുകൾക്ക് വെള്ള പൂശിക്കൊണ്ടിട്ടിരുന്നോട്ടെ, ഒരു നാൾ സത്യം അറിയും. സത്യം അറിയുമ്പോഴും സത്യം അറിയാത്ത രീതിയിൽ വെള്ള പൂശിക്കൊണ്ടിട്ടേയിരിക്കും. അത് ഇൻഡസ്ട്രി അങ്ങനെയാണ്. ഇതൊരു ഫെയിമിന്റെ ഒരു ഇൻഡസ്ട്രിയാണ്. ഫെയിമിന്റെ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ടിട്ട് ഇതിങ്ങനെ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനൊരു വിജയിച്ച സിനിമ നിർമ്മിച്ച പടത്തിന്റെ പ്രൊഡ്യൂസർ എന്ന് മാത്രമാണ്. അല്ലാണ്ടിട്ട് നമുക്ക് ഫാൻ ബേസ് ഇല്ല, സപ്പോർട്ടിന് ആർമി ഇല്ല, PR വർക്ക് ഇല്ല. മനസ്സിലായി? ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ മാത്രമാണ്. നമ്മൾ എന്തോരം ടെൻഷൻ അനുഭവിക്കും. നമ്മൾ ഒരു ഘട്ടത്തിലാണ് നമ്മൾ പ്രതികരിച്ചു പോകുന്നത്. നമുക്ക് പ്രതികരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. ആ ആളുമായിട്ടുള്ള തുടർന്നൊരു പടം ചിലപ്പോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള എത്ര നല്ല ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ഇത് ഉള്ളിൽ ഒതുക്കി, ഞാൻ ഒരു സംഘടനയിൽ പെട്ട ഒരാളാണല്ലോ, ഞാൻ അതിൻ്റെ ഒരു ഇന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെന്ന് വെച്ചിട്ടൊന്നും ഞാൻ ഒരു ആർട്ടിസ്റ്റിനോട് ഇതുവരെ ബിഹേവ് ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? ഇനി അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് എന്നാൽ കൃത്യമായിട്ട് ചെയ്യണ്ടേ? അവരതിനെ ആ ചെയറിനോ ആ പ്ലേസിനോ അങ്ങനെ ഒരു സീരിയസ്നെസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇല്ല, അങ്ങനത്തെ ഒരു കാര്യമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നുണയാണെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. അല്ല, ഇതെല്ലാം നമുക്ക് ഓരോ കാര്യങ്ങൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ്. നമ്മളൊരു കുട്ടി ഒരു ക്ലാസ്സിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ക്ലാസ് ടീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഇനി ആ തെറ്റ് ആവർത്തിക്കരുതെന്ന് ഫസ്റ്റിലെ പറയും. പിന്നീട് വേണമെങ്കിൽ ഒരു എന്താ പറയുക, ഒന്നുകൂടെ വാൺ ചെയ്യും. അല്ലെങ്കിൽ ആ ടീച്ചർ ആ ഹെഡ് മാസ്റ്ററിന്റെ റൂമിലേക്ക് ചെല്ലാൻ പറയും. അപ്പൊ ഹെഡ് മാസ്റ്റർ ഒരു വാണിംഗ് കൊടുക്കും. എന്നിട്ടും പറഞ്ഞാൽ കേട്ടില്ല എങ്കിലല്ലേ അടുത്ത തുടർ നടപടികളിലേക്ക് പോകുള്ളൂ. അതുപോലെ തന്നെയാണ് സിനിമയും. നമ്മളൊരു പ്രൊഡ്യൂസറുമായിട്ടൊരു കാര്യം, ആദ്യം ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസറുമായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ അതിന്റെ ടീമായിട്ട് സംസാരിക്കും. ഇതൊന്നുമായിട്ട് നടക്കുന്നില്ലെങ്കിലാണ് നെക്സ്റ്റ് ഒരു അസോസിയേഷൻ ലെവലിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ എടുത്തിയാടി അസോസിയേഷനിലേക്ക് എന്തിനാണ് പോകുന്നത്? അതായത് നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നില്ല എങ്കിൽ അസോസിയേഷനേ ഉള്ളു പറ്റൂ. കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പടമല്ലേ, ഞാൻ ഈ പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ? നിങ്ങൾ തന്നെ നോക്ക്. അതേ തുടർന്ന് ഞാൻ വട്ടിപ്പലിശക്കാരനാണ്, ഞാൻ എല്ലാ പടവും പലിശയ്ക്ക് എടുത്തിട്ട് തന്നെയാണ് ഞാൻ പടം ചെയ്യുന്നത്. ഞാൻ എൻ്റെ വീട്ടുകാരോട് ചോദിച്ചാൽ പൈസ തരാനായിട്ടില്ല, നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തരാനായിട്ടില്ല, ഒരു ബാങ്ക് പൈസ തരത്തില്ല. പിന്നെ ആരാ തരുന്നത്?
നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നമ്മളൊരു വീടാണ് നിർമ്മിക്കുന്നതെങ്കിൽ വീട് നമ്മൾ പ്ലഡ്ജ് ചെയ്തിട്ട് ബാങ്കിന് കൊടുത്തിട്ടാണ് നമുക്ക് ഹൗസിംഗ് ലോൺ തരുന്നത്. നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ, ഒരു കാർ എടുത്താൽ കാർ ലോണാണ് ബാങ്ക് തരുന്നത്. എന്തും ആയിക്കോട്ടെ, എന്ത് സ്ഥാപനങ്ങളായിക്കോട്ടെ, ഒരു പ്രസ്ഥാനം തുടങ്ങാനായിട്ട് ആ പ്രസ്ഥാനത്തിന് അഗൈൻസ്റ്റ് ലോൺ കൊടുക്കുന്നവരുണ്ടാവും. സിനിമയുണ്ടെങ്കിൽ സിനിമയ്ക്ക് അഗൈൻസ്റ്റ് ലോൺ തരുന്നവരുണ്ട്. അതിലെന്താ തെറ്റിരിക്കുന്നത്? അതിൽ ആർക്കാണ് കുഴപ്പം? ഇനി പലിശയ്ക്ക് എടുക്കണ്ടേ? പലിശയ്ക്ക് എടുക്കണ്ടെങ്കിൽ നമുക്ക് പൈസ കൊണ്ടെത്താം, നമ്മൾ ആ പൈസ തിരിച്ചു കൊടുക്കാം. വിശ്വാസം ഉണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ വളച്ചൊടിച്ച് വേറെ ലെവലിൽ ഇവൻ കൊണ്ടുപോകുന്നത് തെറ്റാന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരു പ്രൈവറ്റ് ഫംഗ്ഷനിൽ ഞാൻ അതാ വീണ്ടും പറയുന്നത്, എൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു സ്വകാര്യ ഫംഗ്ഷനിൽ വെച്ച് നടന്ന ഒരു ലോഞ്ചിന്റെ അത് അവസാനിച്ചപ്പോൾ പറഞ്ഞ ഒരു ചെറിയ കാര്യമാണ്. ആ ചെറിയ കാര്യം എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിക്കപ്പെടുന്നത്?